ഹലോ എവ്രി വൺ. ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള രണ്ട് സാലഡ് ചെയ്യാം. ഒന്നൊരു പപ്പായ സാലഡ്, പിന്നെ ഒരു റൈത്ത. ഇതിൽ രണ്ടിലും സ്റ്റാറായി നിൽക്കുന്നത് കടുകെണ്ണയാണ്. അപ്പൊ നമുക്കതൊന്ന് വേഗം ചെയ്ത് നോക്കാം. ഓക്കെ, ശരിയാണ്. റൈത്തയ്ക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ്: തൈര് 1/2 കപ്പ്, ഒരു മീഡിയം സവാള, ഒരു പച്ചമുളക്, ഒരൽപ്പം മല്ലിയില, കടുകെണ്ണ, ആവശ്യത്തിന് ഉപ്പ്. സവാള ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. പച്ചമുളക് ഇങ്ങനെ കുറച്ച് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ്. ഇനി നമുക്ക് ഈ പച്ചമുളകും സവാളയും കടുകെണ്ണയും ഉപ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ കടുകെണ്ണ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ ഇവിടെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഈ തൈര് ഒന്ന് ഉടച്ചെടുത്തേക്കാം. ഓക്കെ, ഇനി ഈ തൈര് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിൽ ഉപ്പും കടുകെണ്ണയൊക്കെ കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. കറക്റ്റാണ്. അപ്പോൾ ഇതിലത്തെ തൈരിൻ്റെ കണക്ക് കുറച്ചും കൂടെ എന്താ പറയുക, ഒരു ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പും കൂടെ തൈര് ചേർക്കാം. ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു പാകത്തിനാണ് ഇഷ്ടം. അപ്പം ഞാൻ ഇതിൽ ഇത്രയും തൈരിൽ നിർത്തുകയാണ്. അതുപോലെ മുളകും കടുകെണ്ണയും. ഇനിയും കുറച്ചും കൂടെ എന്താ പറയുക, എരിവ് വേണം, പിന്നെ ആ കടുകെണ്ണയുടെ ഫ്ലേവർ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റായ്ത്ത റെഡി ആയിരിക്കണം. പിന്നെ ഇതിലൊന്ന് മൂടി പിടിപ്പിക്കണ്ടേ. ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് കഴിക്കാറാവുമ്പോൾ അത് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, പപ്പായ സാലഡിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: പച്ച പപ്പായ ഒരു പീസ്, ഒരു ക്യാരറ്റ്, ഒരു ചെറിയ സവാള, പിന്നെ ഉപ്പ്, മുളക് പൊടി അല്ലെങ്കിൽ മുളക് ചതച്ചത്. ഇന്ന് ഞാനിവിടെ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. കടുകെണ്ണ. ആദ്യം തന്നെ ഈ പപ്പായയും ക്യാരറ്റും സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. എങ്ങനെ വേണമെങ്കിലും അരിയാം, ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഒക്കെ അരിഞ്ഞിടാം. പക്ഷെ നേരിയതായിട്ട് അരിയുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു രസം. അപ്പം അതിന് വേണ്ടി ഇങ്ങനെ പീലർ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ കത്തി വെച്ചെടുക്കാം. ഇനി അതല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സറിലാണെങ്കിലും ചെയ്തെടുക്കാം. അപ്പം ആദ്യം തന്നെ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. ഇവിടെ ഇതിപ്പോൾ എല്ലാം അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പ്, പിന്നെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോഴേ മറന്നുപോയൊരു കാര്യമുണ്ട് കേട്ടോ, വിനീഗർ. സോറി. അപ്പോൾ അത് ഞാൻ മിക്സ് ചെയ്യുകയാണിപ്പോൾ. പിന്നെ മുളക് പൊടി ഞാൻ 1.5 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാമേ. പിന്നെ 1 ടേബിൾ സ്പൂൺ കടുകെണ്ണയാണ് ഇപ്പോൾ ചേർക്കുന്നത്. നമുക്ക് ടേസ്റ്റ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഇനിയും ചേർക്കാം. ഇതിപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. എല്ലാം ഒരു ഇച്ചിരി മുന്നേ നിൽക്കണം കേട്ടോ, കാരണം ഇത്രയും പച്ചക്കറി അതിൽ ചേർക്കാനുള്ളതല്ലേ. പാകമാണ്. അപ്പം ഞാനിതൊക്കെ ചേർക്കുകയാണ്. പാത്രം ചെറുതായിപ്പോയോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. എന്നാലും സാരില്ല.
ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒന്ന് ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കട്ടെ. എല്ലാം പാകമാണ്. പിന്നെ ഇതിലത്തെ ഒരു ഓപ്ഷണൽ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് പഞ്ചസാരയാണ്. അത് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ എന്ന് പറഞ്ഞോണം ചേർക്കാവുന്നതാണ്. അത് തീർത്തും ഓപ്ഷണലാണ്. അപ്പോൾ നമ്മുടെ പപ്പായ ക്യാരറ്റ് സാലഡ് റെഡി ആയിരിക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ 2 സാലഡ് അല്ലേ. പിന്നെ ഈ റായ്ത്ത വൈറ്റ് റൈസിൻ്റെ കൂടെ ഇറ്റ്സ് ടു ഗുഡ്. ഒരു റായ്ത്ത പോലെയെന്ന് മാത്രമല്ല, ഒരു കറി പോലെയും കൂടെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഇത് നമുക്ക് തലേദിവസം തന്നെ ഉണ്ടാക്കി വെക്കാൻ വേണമെങ്കിൽ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.